ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഞാൻ ഒരു ലേശം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കേ വേണ്ട ഉണക്കച്ചെമ്മീനല്ലേ. ഇനി നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ കുറച്ച് ഒരു നേരത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് എടുത്തിട്ടുള്ളത്. ഇനി അത് കഴുകി വെള്ളം വാർത്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല അതിൻ്റെ കളറൊക്കെ ഒന്ന് റെഡായിട്ട് വരുന്ന സമയം വരെ നമുക്കതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ ചെമ്മീൻ്റെ കളറൊക്കെ ചേഞ്ചായി. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ കറിവേപ്പില കഴിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കറിവേപ്പില ഇടാതിരുന്നത്. അപ്പം ചുവന്നുള്ളി ഒരു 10-15 ചേർത്ത് കൊടുക്കുക, നമ്മൾ എടുക്കുന്ന ആ ചെമ്മീനനുസരിച്ചിട്ട്. പിന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 7-8 എടുക്കുക. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2 ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടികൾ എപ്പോൾ ചേർക്കുമ്പോഴായാലും നമ്മൾ ലോ ഫ്ലെയിമിൽ വന്നിട്ട് ഇടാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടികളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് അല്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചതക്കണ കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആവണേക്കാളും ഇതുപോലെ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ചതക്കണ കല്ലിലോട്ട് നമ്മുടെ ആ ഒരു മസാല മൊത്തം ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പരിവൊന്നും ആക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോഴാണ് ഈ ഒരു ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇങ്ങനെ ചതക്കണ കല്ലില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മിക്സിയിൽ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട്, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ മിക്സിയിൽ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാണ്ട് ക്രഷ് എന്നുള്ള ഓപ്ഷനിൽ 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴും ഈ ഒരു രീതിയിലൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചതച്ച പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ ചമ്മന്തി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു വെളിച്ചെണ്ണയും ആ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ വയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കറി ഉണ്ടാക്കാനൊക്കെ ഒരു മടിയുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെ ആയാലും അതുപോലെ ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ സൂപ്പറാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ ഇത് ചെറുതായി ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ചൂടാക്കണമെങ്കിൽ ചൂടാക്കാമെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പുളി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പഴംപുളി ഒരു ലേശം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 പീസ് പച്ച മാങ്ങ ചേർത്ത് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്